നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷകരമായ ഈസ്റ്റർ ആശംസിക്കുന്നു. പ്രത്യാശയുടെ പൊൻകിരണങ്ങൾ വിരിയുന്ന ഈ നിമിഷങ്ങളിൽ അത് സന്തോഷത്തിൻ്റെ ഒരു അനുഭവമായി മാറുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിഷപ്പ് മാണി തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ നോമ്പ് കാലഘട്ടം മുതൽ ഈസ്റ്റർ ദിനം വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിലേക്ക് ഇപ്രകാരമുള്ള ധ്യാനങ്ങൾ ക്രമീകരിച്ചതിൽ BMTA കുടുംബത്തെ പൂർണ്ണമായി അഭിനന്ദിക്കുന്നു. അധ്യാപക വിദ്യാർത്ഥി സമൂഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നതിനും ഈ സമയമെടുക്കട്ടെ. ഈസ്റ്റർ ഒരു പ്രത്യാശയുടെ അനുഭവമാണ്. ഈസ്റ്റർ പ്രതീക്ഷ നൽകുന്ന, പ്രത്യാശ നൽകുന്ന അനുഭവമാണ്. ദുഃഖവെള്ളി പല സമയങ്ങളിലും നിരാശയുടെ അനുഭവമാകുന്നുവെങ്കിൽ ഈസ്റ്റർ പ്രത്യാശ നൽകുന്നൊരു അനുഭവം. അതോടൊപ്പം തന്നെ അധാർമികതയുടെ മേൽ ധാർമ്മികതയുടെ വിജയം ആഘോഷിക്കുന്നൊരു സമയം. ക്രിസ്തു എല്ലാറ്റിന്മേലും വിജയം നേടിയ ഒരനുഭവമാണ്. എന്താണ് ഈസ്റ്റർ നമ്മെ പഠിപ്പിക്കുന്നത്? സ്വയം ത്യജിക്കുന്നതിലൂടെ നാം ഇല്ലാതാകുകയല്ല, പിന്നെയോ പുനഃസൃഷ്ടി ചെയ്യപ്പെടുകയാണ്. വലിയൊരു പുനഃസൃഷ്ടിയുടെ ഭാഗമാവുകയാണ് നാം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ തകർക്കപ്പെട്ട ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുകയാണ് ഇവിടെ ചെയ്തത്. പാപത്തിലൂടെ മാനവജാതിയും ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ ആ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് യേശു കർത്താവ് തൻ്റെ ക്രൂശിലൂടെ സാധ്യമാക്കുന്നു. ഈ വലിയ സ്നേഹത്തിൻ്റെ, ഈ വലിയ ത്യാഗത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈസ്റ്റർ ആഘോഷിച്ച് അവസാനിപ്പിക്കുവാനുള്ളതല്ല, പിന്നെയോ ഈസ്റ്റർ പ്രവർത്തന നിരതരാകുവാൻ നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത് അതുതന്നെയല്ലേ? തന്നെ കാണുവാൻ വന്നവരോട് പ്രത്യേകം പറയുക, ഭൂലോകമൊക്കെയും പോയി ഈ സദ്വർത്തമാനം അറിയിക്കുവാൻ. നമ്മളെയും വിശ്വാസ സമൂഹം എന്ന നിലയിൽ നമ്മയും ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യം ഇതാണ്. യേശു കർത്താവിലൂടെ ലഭ്യമായ ആ വലിയ രക്ഷയുടെ അനുഭവം, യേശു കർത്താവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ ദൂത് മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ സാധിക്കണം. അതെങ്ങനെയാണ് പങ്കുവെക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, നമ്മുടെ നടപടികളിലൂടെ ഈ ക്രിസ്തു സ്നേഹം പങ്കുവെക്കപ്പെടുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈസ്റ്റർ പ്രത്യാശയുടെ അനുഭവം മാത്രമല്ല, പുതിയ ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിക്കുന്ന അനുഭവമാണ്. നമ്മളോട് ആവശ്യപ്പെടുന്നതും ഇത് തന്നെയാണ്. നാം നിഷ്ക്രിയരായിരിക്കാനുള്ളതല്ല, പ്രവർത്തന നിരതരാകുവാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരാകുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ പങ്കുവെക്കപ്പെടുവാൻ ഈ ഈസ്റ്റർ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. അതുകൊണ്ട് ആ വലിയ സന്ദേശത്തിൻ്റെ ഭാഗമാകുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷകരമായ ഈസ്റ്ററിൻ്റെ നന്മകൾ നേരുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ഉയർപ്പിൻ്റെ വലിയ സന്തോഷത്തിലേക്ക് നീ ഞങ്ങളെ പ്രവേശിപ്പിച്ചതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ഉയർപ്പ് പ്രതീക്ഷ നഷ്ടപ്പെട്ട അനുഭവമല്ല, പ്രതീക്ഷ നഷ്ടപ്പെട്ട സ്ഥാനത്ത് പുത്തൻ ഉണർവ് നൽകുന്ന അനുഭവമാകുന്നുവെന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നല്ലോ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിരാശയുള്ളവരായി ജീവിക്കാനുള്ളതല്ല, യേശു കർത്താവിൽ ആശ്രയിച്ച് ജീവിതത്തിന് പുതിയ ലക്ഷ്യം കണ്ടെത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിരാശയോടെ ജീവിക്കാനുള്ളതല്ല, മറിച്ചോ നിഷ്ക്രിയരായിരിക്കാതെ പ്രവർത്തന നിരതരാകുവാൻ ഞങ്ങളെ നീ ആഹ്വാനം ചെയ്യുന്നല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലൂടെ, സംസാരത്തിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ദൈവത്തിൻ്റെ കൃപ ധാരാളമായി എല്ലാവരുടെ മേലും പകരപ്പെടണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും കാവലും നാം ഏവരോടും കൂടെ നിരന്തരം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഉന്നതനായി വാണിടുന്നു.
നാം